ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണസദ്യ വിഭവം സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ നല്ല തനി നാടൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. വെജിറ്റബിൾസ് ഒന്നും നന്നായിട്ട് ഉടഞ്ഞു പോവാതെ നല്ല കറക്റ്റായിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ്. 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് കഷ്ണങ്ങൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ചേന, ക്യാരറ്റ്, പയറ്, നേന്ത്രക്കായ എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. വെള്ളരിക്ക കുറച്ച് വലുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 കോവക്കയും കുറച്ച് പടവലങ്ങയും സവോളയും ഇതിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് മുരിങ്ങാക്കായും വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് വേവിച്ചെടുത്ത ശേഷമാണ് അവ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അളവ് ഈ ഒരു പച്ചക്കറിയുടെ അതേ ഒരു ലെവലിലാണ്. പച്ചക്കറി ഇങ്ങനെ ഒരുപാട് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ വെള്ളം മതിയാവും കേട്ടോ. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ മാത്രം വെന്ത് കിട്ടുകയും പരിപ്പ് വേവാതെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ആവിയൊക്കെ പോയ ശേഷം കുക്കർ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. നമ്മളിതിലേക്ക് ഇനി പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം മാത്രമേ വെജിറ്റബിൾസ് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകും. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക, തക്കാളി, മുരിങ്ങക്കായ എന്നിവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയോ മുരിങ്ങക്കായൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇടയ്ക്കിടെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടയും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞു പോകും. ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇത് താളിച്ചെടുക്കാനുള്ള പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ താളിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകും ഉലുവയും മാത്രം ഇട്ട് താളിച്ചെടുക്കുന്നവരുണ്ട്. ഇതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അതല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിതിലേക്ക് ടോട്ടൽ 3.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. ഒരുപാട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മസാല കുത്തിയാൽ ഈ ഒരു സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു ലൈറ്റ് ആയിട്ടുള്ള മസാലയാണ് സാമ്പാറിൽ എപ്പോഴും രസം. അതിലേക്ക് പിന്നെ വറ്റൽമുളകും കറിവേപ്പില കൂടെ ഇട്ടിട്ട് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൽ കുറച്ച് വെള്ളം കുറവാണെങ്കിൽ ഈ ഒരു പാനിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിനനുസരിച്ചിട്ട് വേണം ഇതുപോലെ തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണിത്. ഇതിങ്ങനെ വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. ഇനി നമുക്കിതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ വെക്കാം.
എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തനി നാടൻ രുചിയിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളിത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും കൂടെ അറിയിക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്